എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഒരു ക്വിക്ക് അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കേരള PSC ലെക്ചറിംഗ് ഇലക്ട്രോണിക്സിന്റെ ലേറ്റസ്റ്റ് സിലബസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സിലബസിന്റെ പ്രത്യേകത? നമ്പർ 1, നമുക്ക് നോൺ ഇലക്ട്രോണിക് സബ്ജക്ട്സ് എല്ലാം സിലബസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ബേസിക് സിവില്, ബേസിക് മെക്കാനിക്കൽ, ടെക്നിക്കൽ മാത്സ് ഇതൊന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി പ്ലാനിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ 4 സബ്ജക്ട്സ് വെച്ച് പഠിച്ചു തുടങ്ങുക. ഈ നോൺ ഇലക്ട്രോണിക് സബ്ജക്ട്സ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. നമുക്കിനി ലെക്ചറിംഗ് ഇലക്ട്രോണിക്സ് എക്സാമിന് കോർ ഇലക്ട്രോണിക്സ് പേപ്പേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൽ തന്നെയുള്ള ഇമ്പോർട്ടന്റ് കാര്യം എന്താ? നമ്മുടെ കഴിഞ്ഞ സിലബസിലുള്ള അതേ ഇലക്ട്രോണിക് സബ്ജക്ട്സ് തന്നെയാണ് ഈ സിലബസിലും ഉള്ളത്. ആകെ ഉള്ള ഒരു ഡിഫറൻസ് എന്താണ്? ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് മാറിയിട്ടുണ്ട്. അതാണ് പോയിന്റ് നമ്പർ 2. അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റും നമ്മളിപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന അത്രയും ഡെപ്തിലും ആപ്ലിക്കേഷൻ ലെവലിലും തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പല കുട്ടികൾക്കും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത്രയും ആപ്ലിക്കേഷൻ ലെവലിൽ, അതായത് ന്യൂമറിക്കൽ ബേസ്ഡ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ വെയിറ്റേജ് നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് തന്നെ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയാൽ മതി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കാര്യം, ഓരോ സബ്ജക്റ്റിന്റെയും വെയിറ്റേജ് കൂടിയിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക് സബ്ജക്ട്സിൽ നിന്ന് മാത്രമാണ് 100 മാർക്ക് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വീക്കിലും മന്തിലും നടത്തുന്ന ടെസ്റ്റ് സീരീസ് ഉണ്ടല്ലോ, വളരെ നന്നായിട്ടും വളരെ സീരിയസ് ആയിട്ടും ആ ടെസ്റ്റ് സീരീസ് എഴുതുക. മാത്രമല്ല നമ്മളിപ്പോൾ ഡെയിലി ക്വിസസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ റിവിഷന് വേണ്ടി. അതും ഡിലിജന്റ്ലി ഫോളോ ചെയ്യാം. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് ഇലക്ട്രോണിക് സബ്ജക്ട്സ് മാത്രമേ പഠിക്കാനുള്ളൂ. EMT പോലുള്ള ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതും അതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്നും തന്നെ പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കും ഈ ഒരു AICT പാക്കേജിലുള്ള ഒരു ഗസ്റ്റഡ് പോസ്റ്റ് സ്വന്തമാക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാക്കരുത്. സിലബസിന്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോ വഴിയേ ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. സിലബസ് വന്നതിന് ശേഷം നമ്മൾ അത് ലോഞ്ച് ചെയ്യുന്നു പല കുട്ടികളോടും പറഞ്ഞിരുന്നു. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 60 to 70 ഡേയ്സ് പ്രിപ്പറേഷന് വേണ്ടി മാത്രം കിട്ടും. ഏകദേശം 1 മന്തോളം നമുക്ക് റിവിഷന് വേണ്ടി മാത്രം കിട്ടുന്നതാവും. ഒരു 90 ഡേയ്സ് നമുക്ക് എന്തായാലും ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ഗസ്റ്റഡ് പോസ്റ്റിലേക്ക് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന പ്രിപ്പറേഷൻ ലെവല് നിങ്ങൾ ഉയർത്തുക. ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 90 ഡേയ്സ് മാക്സിമം ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.